പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഞാൻ വളരെ ചുരുക്കമായി തന്നെ നിങ്ങളുടെ സാക്ഷ്യം പങ്കുവച്ചിട്ട് അഭിഷക്തന് മൈക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഒരു നാൾ കർത്താവ് ഒരുക്കുമ്പോൾ ഞാൻ വീണ്ടും കടന്നു വരുമ്പോൾ തീർച്ചയായും കർത്താവിൻ്റെ സന്നിധിയിൽ സാക്ഷ്യം പൂർത്തീകരിച്ച് ഞാൻ വിശ്വസിക്കുന്നു. ആർമി ഹോസ്പിറ്റലിൽ ഒരു മരിച്ച ശവത്തെ പോലെ ഗുല്ലൻ ബാരി സിൻഡ്രോം എന്ന് പറഞ്ഞ അസുഖം പിടിച്ച് ലക്ഷത്തിൽ ഒരുവൻ വരുന്ന. ഞാൻ ആർമിയിൽ സർവീസ് ചെയ്യുന്ന സമയത്ത് കാശ്മീരിലായിരിക്കുമ്പോൾ ഒരു നാൾ റൂട്ടിൽ മഞ്ഞുമലയുടെ മുകളിൽ ഒരു മരിച്ചവനെ പോലെ തളർന്നു വീണ് ഈ ശ്രീകുമാരൻ നിശ്ചലമായി എൻ്റെ സർവീസിൽ ആ സർവീസ് കാലഘട്ടത്തിൽ എനിക്കുള്ളതെല്ലാം പഴയതിനു വേണ്ടി ചെലവാക്കിയ വ്യക്തിയാണ് ഞാൻ. മരവിച്ച് കിടക്കുമ്പോഴും സ്വന്തമായി ഒന്ന് കണ്ണുനീർക്ക് ഒരുപാട് കരഞ്ഞു. ഞാൻ സ്വന്തമായി ഒന്ന് കണ്ണുനീര് തുടയ്ക്കാൻ പോലും കഴിയാതെ കൈയെല്ലാം മരവിച്ച് ചുരുണ്ടുകൂടി കാലെല്ലാം വളഞ്ഞ് ഒരു വലിയ ഒരു വികൃത രൂപത്തിൽ കിടക്കുമ്പോഴും ആരും കണ്ടില്ല, കൊണ്ടതും കൊടുത്തതൊന്നും കേട്ടില്ല. ഞാൻ ഒരിക്കലും യേശുവിനെ അറിയാൻ ആഗ്രഹിച്ച വ്യക്തിയേ അല്ല. കാരണം ഞാൻ പഴയയിൽ അത്രത്തോളം ആണ്ട് കിടന്ന വ്യക്തിയാണ്. പക്ഷേ ആ മരണക്കിടക്കെ കിടക്കും ഓരോ മാസങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും എൻ്റെ അവസ്ഥ ഗുരുതരമായി. പക്ഷേ എനിക്കെൻ്റെ തമ്പുരാൻ തന്നൊരു തുണ എൻ്റെ അപ്പൻ്റെ മോളായിരുന്നു. അവൾ ജനിക്കുന്ന മുമ്പ് തന്നെ കർത്താവിനെ അറിയേണ്ട ഭാഗ്യം കിട്ടി. പക്ഷെ ഒരു ദിവസം പോലും എൻ്റെ ഭവനത്തിൽ യേശുവിനെക്കുറിച്ച് എന്നോട് സാക്ഷ്യം പറയാൻ അവൾക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, ഞാനും ആഗ്രഹിച്ചതല്ല. പക്ഷേ ആ മരണത്തിൻ്റെ കിടക്കയിൽ കിടക്കുമ്പോഴും ഒരിക്കൽ പോലും ഞാൻ യേശുവെന്ന് വിളിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയുമല്ല. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി. എനിക്ക് എൻ്റെ അപ്പച്ചൻ 2 മക്കളെ തന്നിട്ടുണ്ട്, മോനും മോളോ. എൻ്റെ 4 വയസ്സായ മകനെയും 1.5 വയസ്സായ മകളെയും 2 കിടത്തിക്കൊണ്ട് എൻ്റെ തുണ, അവൾ ആരാധിക്കുന്ന ജീവൻ്റെ ഉടമസ്ഥനായ നസ്രേൻ്റോട് നിലവിളിച്ചൊരു നിലവിളിയുണ്ട്. അപ്പാ, ഞാൻ നിൻ്റെ മകളാ, ഞാൻ നിന്റെ മകളാ, എൻ്റെ തുണ നീ മടക്കി തരണമേ. മക്കളെങ്കിൽ അവകാശികളെ പ്രിയ സഹോദരങ്ങളെ, അവൾ നിലവിളിച്ചു, ദൈവസന്നി നിലവിളിച്ചു എൻ്റെ തുണ. പക്ഷേ ഞാനല്ല നിലവിളിച്ചു, എൻ്റെ തുണ നിലവിളിച്ചു. അവളെ പ്രാർത്ഥനയ്ക്ക് ഇതുപോലത്തെ ഒരു കൂട്ടം അഭിഷക്തന്മാർ ദൈവസന്നി നിരന്തരം കരയുന്നുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ആയുസ്സിന് വേണ്ടി. എൻ്റെ ഉടയവനായ ദൈവം, സകല അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ, എല്ലാം ഒരു വാക്കുകൊണ്ട് ഉരുവാക്കിയവൻ, ഈ മനുഷ്യനെ ഭൂമിയിൽ നിന്ന് പൊടിയിൽ നിന്ന് ഉരുവാക്കിയവൻ, ഈശോ വസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്, സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച അപ്പൻ എൻ്റെ നസ്രേൻ, അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാ. പ്രിയ സഹോദരങ്ങളെ, 1 മാസമായി, 2 മാസമായി, 4 മാസമായി, 7 മാസത്തിൽ കടന്നുപോയി. ഇഡിയലിസ്റ്റായി നാട്ടിൽ ടെലഗ്രാം പോയി. എൻ്റെ തുണയും സഹോദരനും കടന്നു വന്നു, കണ്ടു. ആർമി ഹോസ്പിറ്റൽ അധികം നാൾ നിർത്തത്തില്ല. അവർക്ക് വളരെ നിലവിളിയോടുകൂടി മടങ്ങിപ്പോകേണ്ടി വന്നു. എൻ്റെ അവസ്ഥ കണ്ടാൽ ആരും കരയും. കറുത്ത് കരിവാളിച്ച് അസ്ഥി കഷ്ടമായി മരവിച്ച് ചുരുണ്ടുകൂടി കൈയെല്ലാം വളഞ്ഞ് ചുരുണ്ട് ഒന്നായി കിടന്ന എൻ്റെ ആ രൂപം 7-ാം മാസത്തിലേക്ക് കടന്നു വന്ന് മരണത്തോട് മല്ലടിക്കുന്ന ആ രാത്രിയിൽ എനിക്കറിയില്ല. ന്യൂറോ ഓഫീഷ്യൻ കർണൽ റാണ സാർ എൻ്റെ ക്യാഷീറ്റിനകത്ത് എൻ്റെ അവസാന ഡേറ്റ് അന്നാണെന്ന് എനിക്കറിയില്ല. 7-ാം മാസത്തിൽ മരണത്തോട് മല്ലടിക്കുന്ന രാത്രിയിൽ, അന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സ്നേഹിതൻ, മഹാരാഷ്ട്രക്കാരൻ ഉമ്മഫ് എന്ന് പറഞ്ഞ എൻ്റെ സ്നേഹിതൻ, അദ്ദേഹം ഞങ്ങൾ പട്ടാള ബാരക്കിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞെന്ന് ഞാൻ പറയുന്നത് പോലെ, അന്നാ പ്രിയമകൻ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞ്, ലോകത്ത് ജീവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ അത് നസ്രനായ യേശു ക്രിസ്തു മാത്രമാണ്. മരിച്ചവന് ജീവൻ കൊടുക്കേണ്ട അധികാരം അവന്റെ പക്കലുണ്ട്. ഒന്നാമനായി ആക്ഷേപിച്ചുകൊണ്ട് എണീറ്റ പോയ വ്യക്തി ഈ ശ്രീകുമാരൻ തന്നെയായിരുന്നു. എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷേ അവസാന രാത്രിയിൽ മരണത്തോട് മല്ലടിക്കുമ്പോൾ എൻ്റെ ആ മെമ്മറി ഓർമ്മ അല്പസമയത്തേക്ക് മടങ്ങി വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മുഴങ്ങിയ ഒരു ശബ്ദമുണ്ട്. മരിച്ചവന് ജീവൻ കൊടുക്കേണ്ട അധികാരം എൻ്റെ പക്കലുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന അപ്പനാ. എനിക്ക് മനസ്സിലായി എൻ്റെ സ്നേഹിതൻ പറഞ്ഞ സാക്ഷ്യൻ്റെ യേശുവിനെ കുറിച്ച്. പ്രിയ സഹോദരങ്ങളെ, കിട്ടിയ ഓർമ്മയിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇത്ര മാത്രം പറഞ്ഞു. എൻ്റെ സ്നേഹിതൻ പറഞ്ഞ യേശു ജീവിക്കുന്ന ദൈവം ആണെങ്കിൽ ഒന്ന് വേണമെങ്കിൽ പരീക്ഷിക്കാൻ വേണ്ടി കണക്കായിക്കൊള്ളിയും പറഞ്ഞു. എൻ്റെ സ്നേഹിതൻ പറഞ്ഞ ദൈവം ജീവിക്കുന്ന ദൈവമാണെങ്കിൽ 7 മാസം കൊണ്ട് മരവിച്ച് വിറകഷ്ണം പോലെ കിടക്കുന്ന എനിക്ക് ഒന്ന് മുട്ടിന്മേൽ ഇഴഞ്ഞ്, ശ്രദ്ധിക്കണമേ, ഒന്ന് മുട്ടിന്മേൽ ഇഴഞ്ഞ് ബാത്റൂം വരെ പോകാൻ കഴിഞ്ഞാൽ നീ തരുന്ന ആയുസിൻ്റെ നാളൊക്കെയും നിൻ്റെ മകനായി തന്നെ ഞാൻ ജീവിക്കും. കർത്താവിന് ഒരുവനെ വേണമെങ്കിൽ
ഏത് അമ്മയുടെ ഉദരത്തിൽ ജന്മം കൊണ്ടാലും, ഏത് സമുദായത്തിലുള്ള അമ്മയുടെ ഉദരത്തിൽ ജന്മം കൊണ്ടാലും, അമ്മയുടെ ഉദരത്തിൽ മാംസകഷ്ണമാകുന്നവൻ നിന്നെ കണ്ട് പേർ ചൊല്ലി വിളിച്ചവൻ തക്ക സമയത്തിന് ദൈവം സന്ദർശിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, ഒന്ന് മുട്ടുമേൽ എഴഞ്ഞു പോകാൻ കഴിഞ്ഞാൽ, പക്ഷേ നിങ്ങൾ നമ്മൾ ആരാധിക്കുന്ന ദൈവം അവൻ എഴഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. അവൻ രാജാവാ, രാജാതി രാജാവാ, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ. അവൻ എഴവാൻ അനുവദിക്കത്തില്ല. അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നവൻ, ജീവന്റെ ഉടമസ്ഥൻ. പ്രിയ സഹോദരങ്ങളെ, ഇത്ര മാത്രം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട്. ആ രാത്രിയിൽ ക്യാപ്റ്റൻ റോസക്കുട്ടി മാഡം സിസ്റ്റർ ആ ഡോക്ടർ എഴുതി വെച്ച കാസറ്റുമായി നോക്കിയപ്പോൾ ഇന്ന് രാത്രി ശ്രീകുമാരൻ യാത്രയാകും. അന്ന് അവർ പറയുന്നു, എൻ്റെ അടുക്കിലേക്ക് അർദ്ധരാത്രിയിൽ അവർ വന്നു. അവർ പറഞ്ഞു, ഞാൻ വന്ന് നോക്കിയപ്പോൾ നീ ചലനമറ്റ് കിടക്കുക. അതിന് ചില നിമിഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അപ്പനുമായിട്ടുള്ള സംവാദം ഉണ്ടായത്. പക്ഷെ അവർ നോക്കിയപ്പോൾ നിശ്ചലമായി പൾസെല്ലാം പോയി കംപ്ലീറ്റ് മൈനസായി കിടക്കുക. അവർ പറഞ്ഞു, ഞാൻ വളരെ വേദനയോടുകൂടി 3 പ്രാവശ്യം നിൻ്റെ പേര് ചൊല്ലി വിളിച്ചു ശ്രീകുമാറാന്ന്. 3-ാം പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ കണ്ണ് തുറന്നവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്രീകുമാറെ, ഇവിടെ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. അത് എന്തെന്ന് എനിക്കറിയത്തില്ല. അവരുടെ ദൈവകുഞ്ഞാ, അവർ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. അത് എന്തെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നീ നോക്ക്, ചില സെക്കൻഡുകൾക്ക് മുമ്പേ നിന്റെ കാസറ്റ് നോക്ക്. ഡോക്ടർ കർണൽ റാണ സാർ, ന്യൂറോഫിസിഷ്യൻ, നിന്റെ സമയം എഴുതി വെച്ച സമയത്ത് നീ ലോകത്തുനിന്ന് യാത്രയായി. പക്ഷേ ഇപ്പോൾ നീ ജീവിക്കുന്ന അത്ഭുതമാ. അവർ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. പക്ഷെ അറിയാമോ, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, സ്തോത്രം ചെയ്യാൻ അറിയത്തില്ല. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഓലക്കുടിൽ ഒരു അമ്മമാരിരുന്നിട്ട് ഹല്ലേലൂയ 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 എന്ന് സ്തോത്രം ചെയ്യുന്ന കേട്ടിട്ട്. പക്ഷേ നമ്മൾ കുഞ്ഞുകുട്ടികളല്ലേ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഓടും, കുട്ടികളല്ലേ ആ ശബ്ദം കേട്ടിട്ട്. അന്ന് കേട്ട ശബ്ദമാണ് ഹൃദയത്തിൻ്റെ മൂലയിൽ എവിടെയോ കിടന്ന്. അതിൻ്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, അത് ദൈവത്തിൻ്റെ യാഗമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ ഉള്ളിൽ സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, അതേ അറിയാവൂ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഓരോ ഹല്ലേലൂയ കടന്നു പോകുമ്പോഴും എൻ്റെ ഉള്ളിലേക്ക് ഞാൻ അറിയുന്ന ഒരു ശക്തി ഇറങ്ങി വരുന്നു. എൻ്റെ നാഡി ഞരമ്പുകൾക്ക് ഉള്ളിൽ ഒരു ശക്തി വരുന്നതായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. വേണമെങ്കിൽ എൻ്റെ കർത്താവിന് ഒരു സെക്കൻഡ് കൊണ്ട് എനിക്ക് സൗഖ്യം തരാൻ കഴിയാൻ. പക്ഷേ അങ്ങനെ തന്നു എങ്കിൽ ഈ ശ്രീകുമാരൻ ഇന്ന് ഭാരതത്തിൻ്റെ 30 സംസ്ഥാനങ്ങളിൽ കടന്നുപോയി എൻ്റെ തമ്പുരാൻ്റെ വേല ചെയ്യില്ലായിരുന്നു. എൻ്റെ തമ്പുരാൻ ഒരു പദ്ധതിയുണ്ട്. ഞാൻ എത്രത്തോളം എൻ്റെ അപ്പനോട് അടുക്കുന്നു അത്രത്തോളം എൻ്റെ ദൈവം എനിക്ക് ശക്തി തന്നു, ആരോഗ്യം തന്നു. പിറ്റേന്നാൾ പ്രഭാതത്തിൽ കണ്ട കാഴ്ച, 7 മാസം കൊണ്ട് മരവിച്ച് വിറങ്ങലടിച്ച് ജോയിൻ്റ് ആയിരുന്ന എൻ്റെ കൈകൾ ചലിക്കാൻ തുടങ്ങി, എൻ്റെ കാല് ചലിക്കാൻ തുടങ്ങി. അന്ന് പ്രഭാതത്തിൽ ഡോക്ടർ കർണൽ റാണ സാർ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നു അറിഞ്ഞ് ഓടി എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ശ്രീകുമാറെ, ഞാൻ കർണൽ റാണ, ഡോക്ടർ, ന്യൂറോഫിസിഷ്യൻ. ഞാൻ അമേരിക്കയിലെ ഡോക്ടറാ. ആർമിയിൽ 5 വർഷം രാജ്യസേവന ഫ്രീ സർവീസ് ചെയ്യാൻ വേണ്ടി വന്നതാ. പക്ഷേ ഇന്ന് വരെ ഞാൻ എൻ്റെ 40 വർഷം സർവീസിനകത്ത് ഇന്ന് വരെ ഞാൻ ഒരു രോഗിയുടെ കാസറ്റിനകത്ത് ഒന്ന് കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വള്ളിയോ പുള്ളിയോ മാറ്റാൻ ഒരു ഡോക്ടർക്കും കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായി ഞാൻ വെട്ടിയിട്ടുണ്ടെങ്കിൽ നീയാ. ഞാൻ ഹൃദയത്തിൽ പറഞ്ഞു, ഞാനല്ല ഡോക്ടറെ, ഞാൻ ഒരുവനുമായി രാത്രിയിൽ സംവാദമുണ്ടായി. എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, എൻ്റെ അപ്പനാ, എൻ്റെ അപ്പൻ്റെ കൃപയാ. പ്രിയ സഹോദരങ്ങളെ, ഓരോ ദിവസം കഴിഞ്ഞ അത്ഭുതം. ഡോക്ടർക്ക് അത്ഭുതം. കാണുന്ന മെഡിസിൻ ഒന്നും ഇല്ലല്ലോ. ഗുല്ലൻ ബാരി സിൻഡ്രോമിന് മെഡിസിൻ ഇല്ല കേട്ടോ. 33 വർഷത്തിന് കാര്യമാണ്. ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടുള്ള സംശയമാണ്. കാരണം 1,000,000 മാത്രമേ അസുഖം വന്നാൽ അവൻ ലോകത്തിന് പോകും. പക്ഷെ മെഡിസിൻ ഇല്ലായിരുന്നു, ഒരു മരുന്നുമില്ല. പക്ഷേ എൻ്റെ കർത്താവിന് ആരോഗ്യത്തോടെ എണീറ്റ് നിൽക്കുമാറാക്കി. എൻ്റെ തമ്പുരാൻ എന്നെ ഓടുമാറാക്കി. മുമ്പത്തേക്കാളും ആരോഗ്യത്തോടും ബലത്തോടും കൂടി ഞാൻ ആർമിയിൽ സർവീസ് വീണ്ടും ചെയ്തു. ഞാൻ 8 വർഷം വീണ്ടും ആർമി സർവീസ് ചെയ്ത് 22 വർഷം സർവീസ് പൂർത്തീകരിച്ചുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് മടങ്ങി വന്നു. വന്നതിന് ശേഷം കേരള പോലീസിൽ 16 വർഷം സ്റ്റേറ്റ് സർവീസും ഞാൻ ചെയ്തു. ഇത് എൻ്റെ തമ്പുരാൻ്റെ കൃപയാ. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, എൻ്റെ തുണ കരഞ്ഞിട്ടുണ്ട്. കാരണം ഉറ്റവരും ഉടവരും ബന്ധുക്കളും പരിഹസിച്ച് പറഞ്ഞു, നീ പള്ളിക്കാരനാ. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ആരോടും മറുപടി പറയാൻ പോകുന്നില്ല. സഹോദരനിക്ക് 2 സഹോദരൻ, ചേട്ടൻ, അണ്ണിയൻ, എൻ്റെ ചേച്ചി, എല്ലാവരും ഉണ്ട്. ആർക്കോടും പരാതി അന്നുമില്ല ഇന്നുമില്ല. കരഞ്ഞു ഒരുപാട്. പക്ഷെ നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവമാ നമ്മുടെ കർത്താവ്. നീ ഏത് വിഷയത്തിൻ്റെ മേൽ കരഞ്ഞാലും നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ചിട്ട് തക്ക സമയത്തിന് അവൻ മറുപടി തരുന്നവനാ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. അവൻ മറക്കാത്തവനാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ യേശുവപ്പൻ എൻ്റെ അമ്മയാണെന്ന്. പ്രിയ സഹോദരങ്ങളെ,
ഈ ലോകയാത്രയിൽ എനിക്ക് എൻ്റെ യേശു അമ്മ എന്ന് വിളിക്കാൻ എനിക്കിഷ്ടം. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ ഇഷ്ടം. സത്യമാണ്, എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ ഇഷ്ടം. ജീവിതയാത്രയിൽ എൻ്റെ തമ്പുരാൻ നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ എത്ര അമ്മ എന്ന് വിളിച്ചാലും മതി വരത്തില്ല. 33 വർഷത്തിന് മുമ്പ് ഈ ശ്രീകുമാരൻ എന്ന് പറയുന്ന വ്യക്തി ആർമി ഹോസ്പിറ്റലിൽ മരിച്ച ശവത്തെ പോലെ 7 മാസം മരവിച്ച് കിടന്ന ഞാൻ, ദൈവത്തെ അറിയാത്തവൻ, ദൈവമെന്തെന്നറിയാത്തവൻ, അന്ധകാരത്തിൻ്റെ ചേറ്റിൽ തപ്പിത്തടഞ്ഞവൻ, ആ ചേറ്റിൽ കിടന്ന എന്നെ എൻ്റെ അപ്പച്ചന് കണ്ടു. ആ ചേറ്റിൽ നിന്ന് ആണിപ്പഴുതേറ്റ കരങ്ങളാൽ എൻ്റെ യേശുപ്പൻ വാരിയെടുത്തു. ആ ചേറ്റിൽ പൊതിഞ്ചെടുത്ത് എന്നെ തൻ്റെ ചോരയാൽ കഴുകി. അവിടം കൊണ്ട് അവസാനിച്ചില്ല. ഒരമ്മയെപ്പോലെ എന്നെ മാർവിൽ ചേർത്ത് വെച്ചു. അവിടം കൊണ്ട് അവസാനിച്ചില്ല. എൻ്റെ കണ്ണുനീരിനെ അവൻ തുടച്ചു. അവിടം കൊണ്ട് അവസാനിച്ചില്ല. അവൻ എനിക്ക് പുത്രത്വം തന്നു, മക്കളെന്ന പദവി തന്നു. ഈ ലോകത്തെന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രിയ സഹോദരങ്ങളെ, ഞാനൊന്ന് പറയും, ഈ ശ്രീകുമാരനൊന്ന് പറയും, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എൻ്റെ കർത്താവിന് അപ്പനായി കിട്ടിയ മക്കളാ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ, എൻ്റെ ദൈവം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാ ഇന്ന് ഈ കൂടാരത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ കൊണ്ടുവന്നത്. പ്രിയ അഭിഷക്തൻ, ഇങ്ങനെ കൂടാരം ഇവിടെ പണിയുവാൻ ഈ ദേശത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാ. ഓരോ ആരാധനയിലും ഈ കൂടാരത്തിന്റെ മകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് പൊതിഞ്ഞിരിക്കുക. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ആരാധന തുടങ്ങിയ നിമിഷം മുതൽ, കർത്താവിന്റെ അഭിഷക്തൻ വചനം പ്രസവിച്ച ആ നിമിഷം മുതൽ ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. പള്ളി കയറണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉപേക്ഷിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെയും എൻ്റെ അപ്പനിൽ നിന്ന് ഒരു നെല്ലട ഞങ്ങൾ വ്യതിചലിച്ചില്ല. ഞങ്ങൾ കരഞ്ഞെങ്കിലും അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി കരഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ആരോ നിങ്ങൾ ഇവിടെ എന്താണ് എങ്ങനെയാണ് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നീ കർത്താവിൻ്റെ നാമത്തിൽ നിന്ദിക്കപ്പെട്ടാൽ, ഈ ലോകത്ത് നിനക്ക് ഒരു മനുഷ്യൻ മാന്യത തന്നില്ലെങ്കിലും, ഉറ്റവരും ഉടവരും ബന്ധുക്കളും തള്ളിക്കളി നിന്നെ പരിഹസിച്ച് കടന്നുപോയാലും, നീ കർത്താവിൻ്റെ കുഞ്ഞാണെങ്കിൽ നിന്നെ പരിഹസിച്ച ആ ദേശത്ത് തന്നെ നിന്നെ മാനിച്ചുയർത്തുന്ന ഒരു നാൾ വരെ. അന്ന് നിന്നെ ഭാഗ്യവാനേ എന്ന് വിളിക്കുമാറാക്കുന്ന അപ്പനെ ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ട് മുനിവർ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വിചാരിച്ചു യേശുപ്പം വന്നത് ഈ ക്രിസ്ത്യാനിക്ക് വേണ്ടി. ചുമ്മായ ക്രിസ്ത്യാനിയുടെ ദൈവം എന്നല്ല യേശു, സർവ്വമാനവരാശിയുടെ അപ്പനാ. എൻ്റെ യേശു മാനവരാശിയുടെ അപ്പനാ. എൻ്റെ കർത്താവ് മതസ്ഥാപകനല്ല, മതം സ്ഥാപിക്കാൻ വന്നതല്ല. എൻ്റെ കർത്താവിന് നമ്മുടെ നേർച്ച കാഴ്ചകളൊന്നും വേണ്ടെന്നേ. മെഴുകിരി വെളിച്ചമോ സാമ്പ്രാണി പോകുകയോ കുന്തിരിക്ക പോകുകയോ വാഴക്കൊലയോ ഒന്നും യേശുവിന് വേണ്ട. നിന്റെ ഹൃദയ കവാടം ഒന്ന് തുറന്നുകൊട്. എൻ്റെ അപ്പന് വസിക്കാൻ വേണ്ടി എൻ്റെ അപ്പൻ നിന്നോട് ഇരിപ്പാൻ ആഗ്രഹിക്കുന്നത്. പണ്ട് മുനിവരന്മാർ ഹിമാലയ കൊടുമുടിയിലിരുന്ന് തപസ് ചെയ്തപ്പോൾ ആകാശത്തിലേക്ക് നോക്കി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അസതോമാ സത്കമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോമാ അമൃതം ഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ആർ നയിക്കും? ഒരുവൻ മാത്രം പറഞ്ഞു, യേശു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹാഫന്റെ മക്കളാ ഞാൻ. നിങ്ങൾ ആപ്പൻ്റെ എത്ര അഭിമാനം. ആരാധനയ്ക്ക് ചില സമയങ്ങൾ മാറ്റിവെച്ച് ആരാധനയ്ക്ക് വന്നെങ്കിൽ അത് അനുഗ്രഹമാ. എങ്ങനെ കൂട്ടിക്കിഴിച്ച് നോക്കിയാലും അനുഗ്രഹമാ. എനിക്ക് 62ാമത്തെ വയസ്സ് റൺ ചെയ്യുന്നു. ഞാൻ പറയും എനിക്കിപ്പോൾ 21 വയസ്സേ ആയിട്ടുള്ളൂ. ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചിട്ട് 21 വയസ്സാണ്. അതാ കാരണം എൻ്റെ വീട്ടുകാരും ബന്ധുക്കളും സ്വന്തക്കാരും പറഞ്ഞു ശ്രീകുമാരൻ മരിച്ചു കാശ്മീരിൽ. റെഡിയാ, കറക്റ്റാ. പഴയ ശ്രീകുമാരൻ മരിച്ചു. ഇന്ന് ജീവിക്കുന്ന അപ്പൻ്റെ മോനാ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് തമ്പുരാന് കണ്ണുനീര് വന്ന കര അപ്പൻ്റെ മുമ്പിൽ കര. അതുകൊണ്ട് നനയകാരം മക്കളുടെ മുമ്പിൽ തമ്പുരാൻ്റെ വചനമായി നിൽപ്പാനൊക്കെയും ദൈവം ഭാഗ്യമൊരുക്കുന്നുണ്ട്. എന്തെന്നറിയാമോ? ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ അത് കണ്ണുനീര് കൈത്തിരിക്കുടിഞ്ഞ് കടന്നു പോയാലും എൻ്റെ അപ്പന് കൊടുക്കേണ്ട സമയം അപ്പന് കൊടു.
കണ്ണുനീരിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കേ. നിന്റെ കണ്ണുനീർ 4 ചുവരിനുള്ളിൽ അവസാനിക്കത്തില്ല. നിന്റെ കണ്ണുനീർ 4 ചുവരിൻ്റെ അവസാനിക്കത്തില്ല. നിന്റെ തലയണയിൽ അവസാനിക്കത്തില്ല. നിന്റെ സാരിത്തുമ്പിൽ അവസാനിക്കത്തില്ല. നീ കരയുമ്പോൾ ഉറ്റവരും ഉടയരും ബന്ധുക്കളും കണ്ടില്ലെങ്കിൽ, കൂടെ പറക്കുന്നവർ കണ്ടില്ലെങ്കിലും, കൂടെ ഉറങ്ങുന്നവൻ കണ്ടില്ലെങ്കിലും, നിന്റെ പ്രാർത്ഥന, നിന്റെ കണ്ണുനീർ, നീ ഇരിക്കുന്ന ആ 4 ചുവരിൻ്റെ ഉള്ളിൽ ചുവരിനെ വിച്ഛേദിച്ചുകൊണ്ട് ആകാശമണ്ഡലത്തെ കീറി മുറിച്ചുകൊണ്ട് എൻ്റെ തമ്പുരാന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. ആ ദൈവത്തെ ആരാധിക്കാൻ, ആ ദൈവത്തിന് സ്തുതി അർപ്പിക്കാൻ കുറേ ഒരിക്കലും ദൈവത്തിനെ കൊണ്ട് ഓടുന്ന എരിവുള്ളവരായിരിക്കണം. ഞങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ തമ്പുരാൻ വളർത്തി, എൻ്റെ 2 കുഞ്ഞുങ്ങളെ വളർത്തി. ദൈവം അവരെ മാനിച്ചു. അവരൊക്കെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം, 1 എൻ്റെ കർത്താവിനെ കിട്ടിയതാ. 2 എനിക്ക് നല്ലൊരു തുണയെ ദൈവം തന്നു. പ്രാർത്ഥിക്കുന്നവൾ, അനേകർക്ക് വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അറിയുന്നുണ്ട്. അവിടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് എന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. എൻ്റെ തുണിയും അനേക സ്ഥലങ്ങളിൽ തമ്പുരാൻ്റെ വചനമായി ഓടാറുണ്ട്. എന്നോട് നിങ്ങൾ ചോദിക്കുക, ശ്രീകുമാരെ, നിൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് ഏറ്റവും സന്തോഷിക്കുന്നത്? ഞാൻ പറയും, എൻ്റെ അപ്പനെ ആരാധിക്കുമ്പോഴാണ്. എൻ്റെ യേശുമ്മയോട് കൂടെ ഇരിക്കുന്ന സമയം അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ജീവിതയാത്രയിൽ കഷ്ടം വന്നാലും, നിന്ന് വന്നാലും, പരിഹാസം വന്നാലും എൻ്റെ അപ്പനോട് പറ്റിച്ചേർന്ന് നിൽക്ക്. എൻ്റെ അപ്പനെ ആരാധിക്കുക, അവന് സ്തോത്രം ചെയ്യും, അവന് ആരാധന കൊടുക്കുക. ഈ ഹൃദയമാകുന്ന യാഗപീഠത്തിൽ നിന്നും സ്തുതിയും സ്തോത്രവും ആരാധന എന്ന ധൂപവർക്കം നിരന്തരമായിട്ടൂടെ അത് കത്തട്ടെ. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട സൗരഭ്യവാസനയായി സ്വർഗത്തിലേക്ക് എത്തട്ടെ. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലൊരു കരിക്കട്ടുണ്ടല്ലേ, കനൽക്കട്ടയുടെ അടുക്കിലേക്ക് പോയി പറഞ്ഞു, എനിക്ക് നിന്നെ കാണുമ്പോൾ ഭയങ്കര അസൂയ. നീ എന്തൊരു ചന്തമാ, നീ കത്തി ചുമന്ന് തൊടുത്ത് നിൽക്കുന്നു, എന്നെ നോക്ക് കറുത്ത് കരിവാളിച്ച് കിടക്കുന്ന. കരിക്കട്ട പറയുക, ഞാനും നിന്നെപ്പോലെ ആകാൻ ഞാൻ എന്ത് ചെയ്യണം? കനൽക്കട്ട പറഞ്ഞു, പ്രത്യേകിച്ച് നീ ഒന്നും ചെയ്യണ്ട, നീ അല്പസമയം എന്നോട് ചേർന്നിരിക്കുക. ആ കരിക്കട്ട അല്പസമയം കനൽക്കട്ടയോടെ ചേർന്നിരുന്നു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കരിക്കട്ടയും കനൽക്കട്ടയായി മാറി. നാമും നമ്മുടെ യേശു അപ്പനോട് ചേർന്നിരുന്നാൽ നിന്നെ ഉലകത്തിലെ മാനിക്കപ്പെട്ട മക്കളാക്കി എൻ്റെ ദൈവം മാറ്റും. ആ ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ പാസ്റ്ററാണ് ഈ അന്യ പാസ്റ്റർ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഓട്ടത്തിൻ്റെ നടുവിലാണ്. പല ദിശയിലേക്ക് ദൈവം എല്ലാ ദിവസവും ഓടുന്നവരാ. പലയിടത്തും ശുശ്രൂഷകളൊക്കെ ഉണ്ട്. പക്ഷേ ആ പാസ്റ്റർ പറഞ്ഞു, അത് നമുക്ക് പോവാം. അങ്ങനെ ഓടി. അതുപോലെ കർത്താവിൻ്റെ അഭിഷക്തൻ എന്തായിരിക്കുന്നു, ദൈവം ഒരുപാട് എടുത്ത് ഉപയോഗിക്കുന്ന പ്രിയ അഭിഷക്തനാണ്. ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് വരാൻ ദൈവം ഭാഗ്യം തന്നു. നിങ്ങളെയൊക്കെ കാണുവാനും നിങ്ങൾ പ്രാർത്ഥിക്കും. ഈ ആലയം നാൾക്ക് നാൾ വിസ്താരപ്പെടട്ടെ. വടക്ക് നിന്നും കിഴക്ക് നിന്നും തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേക മക്കൾ കടന്നൊരു അഭിഷക്തനെ, പ്രിയ അഭിഷക്തനെ, നിങ്ങൾക്ക് ഇതിൻ്റെ ചവരുകളൊന്നും പൊളിച്ച് നീക്കി പണിയേണ്ട സാഹചര്യം വരും. അത്രത്തോളം ധനം ഇവിടേക്ക് നദി പോലെ ഒഴുകി വരും. ഈ ദേശം പിടിക്കപ്പെടും, ഈ പട്ടണം പിടിക്കപ്പെടും. കർത്താവിന് വേണ്ടി നിൽക്കുന്ന നിങ്ങളെ ദൈവം കാട്ടുപോത്തിന്റെ കൊമ്പിനെ പോലെ നിങ്ങളെ ഉയർത്തുമാറാക്കുന്ന ദിവസമാകുതമായി. ആഴത്തിലെന്നോടും നിടപെടണേ, ആത്മാവിലെന്നോടും നിടപെടണേ, ആഴത്തിലെന്നോടും നിടപെടണേ, ആത്മാവിലെന്നോടും നിടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും നിടപെടണേ, ആത്മാവിലെന്നോടും നിടപെടണേ. മാന്നീർത്തോടിനായി കാംക്ഷിക്കുമ്പോൾ ആത്മാവിനായി ദാഹിക്കുന്നേ, മാന്നീർത്തോടിനായി കാംക്ഷിക്കുമ്പോൾ ആത്മാവിനായി ദാഹിക്കുന്നേ. ആജീവനേ എനിക്കേകിടണേ, യേശുവേ ഞാൻ നിൻ
ദാനമല്ലോ. ആ ജീവനെ എനിക്ക് കിടണി യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി ആഴത്തിലെന്നോടും നിടപെടണി, ആത്മാവിലെന്നോടും നിടപെടണി. പാഴായി പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ മെനഞ്ഞിടണേ. പാഴായി പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ മെനഞ്ഞിടണേ. കുശവൻ കയ്യിലേകുന്നിതാ ഒരു മാനപാത്രമായി മാറ്റിടണി. കുശവേ കയ്യിലേകുന്നിതാ ഒരു മാനപാത്രമായി മാറ്റിടണി. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി ആഴത്തിലെന്നോടും നിടപെടണി, ആത്മാവിലെന്നോടും നിടപെടണി. റീഖാനബാ ഷമ്മാനബാ, റീഖാനബാ ഷൗഢാനബാ, റികശമ്മാന രേഖാന ഷൗഢാനബാ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി ആഴത്തിലെന്നോടും നിടപെടണി, ആത്മാവിലെന്നോടും നിടപെടണി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് ഹല്ലേലൂയ. റിബാ റബ ഹല റന ല റബേ, റിബാ ഹല റന ല റബ ഹല റബ, ജുഡാന ല റബ ഹല റബേ, റിഖാല റന ല റബ ഹ ഓറ ഹല റമ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എൻ്റെ കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.